എന്നെ സംബന്ധിച്ചിട്ട് വലിയ മോട്ടിവേഷൻ തന്നെ എന്റെ വിജയം തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷനാണ് ചിന്തിക്കുന്നവർക്ക്. പിന്നെ അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷന്റെ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ പരിചയപ്പെടുത്തി, നേരത്തെ പരിചയപ്പെടുത്തി ഒരു ഉസ്താദ്, പിന്നെ കൊടുവള്ളി പന്നൂർ സ്വദേശി ഒരു ഉസ്താദ്, മദ്രസ വിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സിസ്റ്റം. മദ്രസിൽ രാവിലെ 10 മണിക്ക് നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കിടക്കുന്ന ഉറങ്ങുന്ന ഒരവസ്ഥ. വേറെ ദുനിയാവിൽ വേറൊരു ബന്ധവുമില്ല. ഈ ഒരു മനുഷ്യനെ ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ, പിന്നെ ഒരു ബനിയന്, കയ്യിലൊരു ബനിയൻ ഉണ്ടാവും, അതിമേൽ 100 ഓട്ടമുള്ള ബനിയൻ ഉണ്ടാവും. ആ ബനിയനായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് സത്യത്തിൽ ഞാൻ കരുതിയതോ ഞാൻ ചിന്തിച്ചതോ ഒന്നുമല്ല. ദൈവം എന്നെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അത് മാത്രമേ നമുക്ക് പറയാനുള്ളത്. പറഞ്ഞത് തന്നെയല്ലേ പിന്നെ പിന്നെ പറയാം. പക്ഷെ പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് അത് മോട്ടിവേഷൻ ആവും. മദ്രസ വിട്ടിട്ട് മറ്റൊന്നും ദുനിയാവില്ല. അതായത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പിതാവിന്റെ കുടുംബത്തിലും ഉമ്മന്റെ കുടുംബത്തിലും ഒരാളും പിന്നെ വലിയ രക്ഷപ്പെട്ട ഒരാൾ ഇല്ല. എല്ലാരും കഷ്ടപ്പാടിലുള്ളവർ. പിന്നെ ഏതോ 1-2 ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫാമിലി ഇങ്ങനെ തന്നെ ആയിട്ട് ജീവിച്ച് മരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ട്, ഞാൻ ഇല്ലാതായാല് എൻ്റെ വൈഫിന് എങ്ങനെ മുന്നോട്ട് പോകും, വൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, മക്കൾ എങ്ങനെ മുന്നോട്ട് പോകും. 2 ആൺകുട്ടികളുണ്ട്, അവര് വലുതായിട്ടൊക്കെ അല്ലേ, വലുതാകുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ പോയാൽ എൻ്റെ വൈഫ് എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ ഒരു സമാധാനം ഭാര്യ വീട്ടുകാർ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ടാവും എന്നുള്ള ചിന്ത. അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ 7000 റുപ്യ ശമ്പളം കിട്ടുന്ന 7000 റുപ്യ കൊണ്ട് തന്നെ ഒന്നും എത്തൂല. അത് ഉസ്താദ്മാരൊക്കെ അവസ്ഥ അങ്ങനെ, ചെറിയ ശമ്പളമാക്കി. പക്ഷെ അവര് നല്ല ഡ്രസ് കോഡിൽ നല്ല നിലക്ക് നടക്കുന്നത് കൊണ്ട് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടാവും. അവിടുന്ന് എന്ത് ചെയ്തു, എന്നെ ദൈവം പഠിച്ചത് ഇങ്ങനെയാണ്, ഏതായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ ഒരു ദിവസം മരിച്ച പള്ളിക്കാട്ടിലെത്തും, ഈ ഒരു ചിന്ത അല്ലാതെ അതിൻ്റെ അപ്പുറം ദുനിയാവിൽ ഒന്നും ചിന്തിക്കാതെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദൈവം ഈ ഒരു വഴിയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ മകളാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. മകളെ പ്രൊഡക്റ്റ് കഴിച്ച്, വുമൺ കമ്മാനി എന്ന പ്രൊഡക്റ്റ് കഴിച്ചു. അതിൽ അത്ഭുതകരമായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ അത്ര ബാധിക്കുമെന്നാവും. കാരണം ഞാൻ ആ ചെറുപ്പത്തിലെ കാണുന്നതാണ്. കുട്ടിക്കാലത്ത് 13ാമത്തെ വയസ്സ് കാണുന്ന ഒരു രോഗം, മെൻസസ് പീരീഡിലെ വേദന. ആ വേദന മാറി എന്ന് പറഞ്ഞേരം എന്നെ സംബന്ധിച്ചിട്ട് ഒന്നും ചിന്തിക്കാനില്ല. കാരണം അത് മാറൂല. അതങ്ങനെ ചിലർ പറഞ്ഞ കല്യാണം കഴിച്ചാൽ അങ്ങ് മാറും എന്നുള്ള നിൽക്കുന്ന സമയത്ത് നിന്നാണ് മകളിത് മാറി എന്ന് പറഞ്ഞു വന്നത്. സത്യത്തിൽ മോളോട് ഞാൻ ചോദിച്ചു, മോളെ പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവില്ല എങ്ങനെ മെൻസസ് പീരീഡിൽ വേദനയുള്ള ആളുകൾ. അപ്പൊ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തോളൂ എന്ന് വെച്ചാൽ മോള് പറഞ്ഞ ധൈര്യത്തിന് കൊടുത്തോളൂപ്പ. കാരണം എനിക്ക് ഒരു ബോട്ടിൽ കഴിച്ചപ്പോൾ അത് തന്നെ മര്യാദയ്ക്കുള്ള കുടിച്ചിട്ടില്ല. എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് മാറും. ഇത്രയും ചെന്ന് ഈ വേദന എനിക്ക് മാറിയില്ല, അതുകൊണ്ട് ഇപ്പൊ ധൈര്യത്തിന് കൊടുത്തോളും എന്ന് പറഞ്ഞ സമയത്ത് പുതിയാപ്പിളിൻ്റെ ഒപ്പം പുതിയാപ്പിളിനോട് 50,000 റുപ്യ കടം വാങ്ങി 1 മാസം കൊണ്ട് തിരിച്ചു തരാൻ തന്നെ. അങ്ങനെ 1 മാസം കൊണ്ട് അത് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ 50,000 റുപ്യക്ക് സാധനം വാങ്ങി ഷോക്കേസിൽ വെച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെച്ചതാണ് നമ്മളെ വിഷയം. സത്യത്തിൽ ഇതൊന്നും ബിസിനസിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ചെയ്തത് മുഴുവൻ പിന്നെ വളരെ ശാസ്ത്രീയപരമായിട്ടാണ് പിന്നീട് ഞാൻ മനസ്സിലായി. അതായത് എൻ്റെ ടീമിലാണെങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ട് MRP റേറ്റിന് ഇപ്പോഴും കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി, ഇന്നലെ മെനിയാന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 3 വർഷമായി അദ്ദേഹം പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ലീഡറാണ്. പക്ഷെ MRP റേറ്റിനാണ് കൊടുക്കല്. അപ്പൊ കൊറോണ വന്ന സമയത്തൊക്കെ കവചപ്രാവശ്യം മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഐഡിയ എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിംഗ് കിട്ടുമെന്ന് പറയല്ലാതെ ഐഡിയ എടുത്ത് അതിന് കൊടുക്കാനുള്ള ഒരു സംവിധാനം അവർ ഏർപ്പാടാക്കിയില്ല. എന്തോ അവരെ അശ്രദ്ധ കുറവ്. ഏതായാലും അത് ഒരു പ്രധാനപ്പെട്ട ലീഡറുടെ നാട്ടില്, കുടുംബത്തില്, അയൽവാസി ബന്ധത്തില് അവരെ കുടുംബത്തിൽ പഠിപ്പിച്ച അവരെ കുട്ടികളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇതെന്താ പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നേരത്തെ ഇവർക്ക് കഴിച്ചു പരിചയമുണ്ട്. അപ്പം ഈ ടീച്ചർ എന്ത് ചെയ്തു എന്നറിയോ,
ഇത് പിന്നെ എന്താ റേറ്റ് എന്ന് ചോദിച്ചു കവചപ്രാശത്തിന്റെ. അപ്പൊ അതിന്റെ ഹോൾസെയിൽ റേറ്റ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് MRP റേറ്റിന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി പല സാധനവും. അപ്പൊ അവരോടൊക്കെ അന്നൊക്കെ പറയും ഐഡിയ എടുത്താൽ പിന്നെ ഹോൾസെയിൽ റേറ്റും കിട്ടുട്ടോ എന്ന് പറയല്ലാതെ അതിനെ കുറിച്ചിട്ട് അത്ര ശ്രദ്ധ കൂടുതൽ വിശദീകരിക്കാറില്ല. ഏതായാലും ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയോ, നേരിട്ട് ഐഡിയ എടുത്തു, ഹോൾസെയിൽ റേറ്റിന് കൊടുത്തരാണ് ഇവര് മേലോട്ട് നോക്കുന്നത്. ഇത് ഈ രീതി കിട്ടൂല. ചുരുക്കി പറയാം, ആ കുടുംബത്തിൽ ആ അയൽവാസി അതായത് ഏറ്റവും വലിയ പ്രഗത്ഭന ഒരു ലീഡർ, പക്ഷെ അദ്ദേഹം എന്തോ ശ്രദ്ധിക്കാത്ത കൊണ്ടോ എന്തോ ആവട്ടെ തൊട്ടടുത്ത് ഒരു മീറ്റിംഗ് നടത്താൻ ഞാൻ പോണ്ടി വന്നു. അപ്പോൾ പോയ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. മാത്രമല്ല അവർ വളരെ മോശപ്പെട്ടിട്ടാണ് ആ വ്യക്തിക്ക് ഇതിൽ സംസാരിക്കുന്നത്. കാരണം ഇത്രയും കാലം ഞങ്ങളോട് MRP റേറ്റിന് വാങ്ങിയില്ലായിരുന്നു. അപ്പൊ ഈ ഒരു സിസ്റ്റം സംഗതി പിന്നെ റീറ്റെയിൽ ചെയ്യുന്നതൊക്കെ നല്ലതാണെങ്കിൽ പിന്നീട് നമുക്കത് വലിയ മുസീബത്ത്, വലിയ നാശമായിട്ട് നമുക്ക് വരും. അതിൽ രണ്ട് സംശയമല്ല. തൽക്കാലം നമുക്ക് ചില്ലറ ലാഭം കിട്ടും. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു, ഹോൾസെയിൽ റേറ്റ് ഫസ്റ്റിൽ കൊടുക്കുന്നത് ചെറുള്ള അബ്ദുറഹ്മാൻ സാർക്കാണ്. അബ്ദുറഹ്മാൻ സാർക്ക് ഞാൻ എത്ര വാങ്ങിയാലും മൂപ്പരൊന്നും പറയില്ല. പക്ഷെ ഞാൻ അവിടെ എന്ത് ചെയ്തെന്നറിയോ, ഹോൾസെയിൽ റേറ്റിന് സാധനം കൊടുത്തു. ഹോൾസെയിൽ റേറ്റിന് അയച്ചു കൊടുത്ത എന്നോട് ചുമറുസ്ത ഇത് നിങ്ങൾ പിന്നെ ഇമെയിലുള്ള റേറ്റ് അല്ലല്ലോ, പേക്കുമെലുള്ള റേറ്റ് അല്ലല്ലോ. അപ്പൊ അവൻ അത് ഹോൾസെയിൽ റേറ്റ് ആണ്. അപ്പൊ അതെന്താ നിങ്ങൾക്ക് കച്ചവടമല്ലേ, ഈ ലാഭമൊന്നും വേണ്ടേ, ഞാൻ നിങ്ങൾക്ക് എന്തോ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽക്കാണ് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ അതിൽ ലാഭമൊന്നും വേണ്ട. അപ്പൊ ഈ പിന്നെ ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിന് കൊടുത്താലേ ടീം വളരും. ഇതൊന്നും ആരും എന്നെ പഠിപ്പിച്ചതുമല്ല, ഞാൻ പഠിച്ചതുമല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ശാസ്ത്രീയപരമായി അങ്ങനെ വന്നു. ഏതായാലും ചെറുവിന് അന്ന് ഹോൾസെയിൽ റേറ്റിന് കൊടുത്ത് ചെറുവിന് വല്ലാതെ ഇഷ്ടമായി. അവിടെ നിന്നാണ് ചെറു എന്ത് ചെയ്യുന്നത്, നമ്മുടെ വേറെ എന്തായാലും ചോദിക്കാൻ കാരണം ഈ MRP റേറ്റിന് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ചെറുവിനെ ചോദിക്കൂല. അവിടെ ഹോൾസെയിൽ റേറ്റും കൊടുത്തുകൊണ്ട് ചെറൂര് ഉടനെ അടുത്ത പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തു. സത്യത്തിൽ ചെറൂര് അബ്ദുറഹ്മാൻ സാറാണ് എന്നെ ബിസിനസ്സിലേക്ക് ഇറക്കിയത്. ഞാൻ ഇതിനെ കുറിച്ച് ഒരു ബിസിനസ് മൈൻഡോ ഇതൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മളെടുത്തില്ലല്ലോ. നമ്മളിങ്ങനെ ജീവിച്ച് മദ്രസയിൽ ജോലി ചെയ്ത് അങ്ങ് മരിക്കുക എന്നുള്ള ഒരു അവസ്ഥ അല്ലേ. പക്ഷെ അതിൽ നിന്ന് മാറി ചെറൂർ പറഞ്ഞു, ഉമറുസ ഇത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണല്ലോ, ഇത് നമുക്ക് ചെയ്തൂടെ, ബിസിനസ്സായി ചെയ്തൂടെ. അപ്പൊ മൂപ്പര് ഗൾഫ് നിർത്തിയിട്ട് എവിടെയാണ് പിന്നെ നാട്ടിലൊരു പൊടിമില്ല് തുടങ്ങാനുള്ള പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ എന്നോട് ഞാൻ തൽക്കാലം അത് നിർത്തിച്ച് ഇതിലേക്ക് ഇറങ്ങിയാലേ. അപ്പൊ എനിക്കറിയില്ല, നിങ്ങൾ ഇറങ്ങി നോക്കി. ഏതായാലും നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള ബോധ്യപ്പെട്ടു. ഉടനെ അദ്ദേഹം ഉമ്മക്ക് വേണ്ട സാധനം വാങ്ങി. ഉമ്മക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ പിന്നെ അദ്ദേഹം MRP റേറ്റിനാണ് കൊടുക്കുന്നത് മുഴുവനും. അപ്പൊ എന്നോട് അദ്ദേഹം പല സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുർസാക്ക് ഹോൾസെയിൽ റേറ്റിൽ അയച്ചു, ഞാൻ MRP റേറ്റിന് കൊടുക്കുന്നു. സത്യത്തിൽ അവിടെ ഞാൻ ചെയ്തത് ബുദ്ധിയാണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അന്ന് മുതൽ ഇന്ന് വരെ എന്നതുപോലെ MRP റേറ്റിന് വളരെ അപൂർവം 2, 3, 4 ആളുകൾക്ക് മാത്രമാണ് ഞാൻ MRP റേറ്റിന് കൊടുത്തത്. അതായത് ഇവിടെ ഉള്ള ഒരു ഓക്കെ സലാം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ല പണക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സലാംക്ക ഞാനൊരു ബിസിനസ് തുടങ്ങിയാലേക്ക് നിങ്ങൾ MRP റേറ്റ് തരണം, നിങ്ങളോടല്ലാതെ വേറെ ആരോടും ചോദിക്കാനില്ല, നിങ്ങൾ ഇതിൽ എന്തായാലും മൈ ലൈഫിൽ ഇറങ്ങുമൊന്നുമില്ലല്ലോ. അപ്പൊ എന്നോട് നുമർസ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളോട് വാങ്ങുന്നത്, നിങ്ങൾക്ക് എന്തോ കിട്ടിക്കോട്ടെ നിൽക്കും, അതുകൊണ്ട് നിങ്ങൾ MRP റേറ്റിന് അടിച്ചോളൂ എന്നാണ്. അതിന് മൂപ്പര് 10-15 റുപ്യന്റെ സാധനം വാങ്ങി. വേറൊരാളുണ്ട്. ഇങ്ങനെ രണ്ടു പേരോടാണ് ഞാൻ MRP റേറ്റ് വാങ്ങിയത്. അത് അവരോട് സമ്മതം ചോദിച്ചു വാങ്ങിയത്. ഞാൻ MRP റേറ്റ് എടുത്തോട്ടെ എന്ന് വെച്ചാൽ ഉസ്താദ് എടുത്തോളൂ, കാരണം അവര് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്, എനിക്കെന്തോ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ഒരവസ്ഥയിൽ MRP റേറ്റിന് ഒഴിവാക്കി ഹോൾസെയിൽ റേറ്റിന് കൊടുത്തതാണ് എൻ്റെ വിജയത്തിന്റെ ഒരു രഹസ്യം. ഇതാണ് സത്യം. ഇതാരും പഠിപ്പിച്ചതല്ല, പിന്നീടാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും ഹോൾസെയിൽ റേറ്റിന് കൊടുത്ത ആളുകളെല്ലാം തുടക്കത്തിൽ തന്നെ ഹോൾസെയിൽ റേറ്റിന് കൊടുത്ത് ഐഡിയ എടുത്ത ആളുകൾ, അവർ ബിസിനസ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഐഡിയ എടുത്തിട്ട് സാധനം കൊടുക്കുന്ന ആളുകൾ അവർക്ക് പിന്നീട് ഒരു ടീമായി വളരും. അത് പെട്ടെന്ന് അവർ സാധനങ്ങൾ വാങ്ങും. ഇന്ന് കേരളത്തിൽ 10ാം സ്ഥാനത്താണ് NTCയിൽ ഞാനുള്ളത്. ഈ 10ാം സ്ഥാനത്ത് NTCയിൽ ഞാൻ ഉണ്ടാവാൻ കാരണം ഞാൻ പ്രത്യേകം ടീമിനോട് ഒരു ഫോളോ അപ്പും ചെയ്തില്ല, ഒരു മോട്ടിവേഷനും കൊടുത്തില്ല. സാധാരണ നടക്കുന്ന ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നയ പൈസന്റെ സാധനം അധികം വാങ്ങണമെന്ന് ഇന്നേ വരെ പറഞ്ഞില്ല. കഴിഞ്ഞ മാസം 11 ഈ പ്രാവശ്യം 10 എത്തി. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ 10ാം സ്ഥാനത്ത് NTCയിൽ ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ ടീമിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയോ, 2 സിസ്റ്റം മൈലൈഫ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം.
ഒന്ന്, കണ്ടമാനം സാധനം മേടിച്ചിട്ട് ആളുകളെ കൊണ്ട് മടുപ്പിച്ച് 1 ലക്ഷത്തിന്റെ അല്ല 2 ലക്ഷത്തിന്റെ മടുപ്പിച്ച് കണ്ടമാന സാധനം മടുപ്പിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം കണ്ടമാന സാധനം ഒന്നും വാങ്ങില്ല, പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ പിന്നീട് അവര് 10,000 50,000 പിന്നീട് അവരെ ഇഷ്ടത്തിന് അവരെടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യണ്ട. എന്റെ സിസ്റ്റം എന്താണെന്ന് അറിയോ, ആദ്യം പേസ്റ്റ് കൊടുക്കും, അത് മാത്രമാണ് കൊടുക്കല്. അത് എല്ലാവർക്കും ആ സിസ്റ്റം പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും എന്റെ വിജയത്തിന്റെ രഹസ്യം ഇതായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പേസ്റ്റ് വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും, ഞാൻ അടുത്തത് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങളൊരു 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയാൽ നന്ന് തന്നെ പിന്നെ അതിലേക്ക് മെല്ലെ പ്രോത്സാഹിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, ഏതാണ്ട് പ്രൊഡക്റ്റ് നല്ലതാണ് ബോധ്യപ്പെട്ടാൽ അവരോട് ഒരു ഹോം മീറ്റിംഗ് നടത്താൻ പറയും. ഇപ്പൊ ഹോം മീറ്റിംഗ് നടത്തുന്നേരം ഒരു 20 റുപ്യ 30 റുപ്യ എന്റെ സാധനം വീട്ടിൽ വേണം, അല്ലാതെ ഹോം മീറ്റിംഗ് നടത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ മെല്ലെ സ്റ്റെപ്പ് ആയിട്ട് എന്റെ ടീമിൽ, അതുകൊണ്ട് എന്താണെന്നറിയോ, എന്റെ ടീമിൽ ആവാം ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിരന്തരമായി സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അവർക്ക് വേറെ മോട്ടിവേഷൻ വേണ്ട, അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി. സത്യത്തിൽ ഇന്ന് കേരളത്തിൽ ബെൽനി സാർ AIG 1ാം സ്ഥാനത്തും ബിജു സാർ 2ാം സ്ഥാനത്തും ഒക്കെ എത്താൻ കാരണം മറ്റു വലിയ പ്രഗത്ഭന്മാരായ ആളുകൾ ഇന്നുണ്ട്. പക്ഷെ അവിടെ ഒക്കെ എത്താൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ബെൽനി സാറോട് ഈ ചിന്ത. ബെൽനി സാർ ഈ അഭിപ്രായം എപ്പോഴും പറയുന്നത്. കോഴിക്കോട് കോഴിക്കോട് സ്റ്റോറിലെ ഗോപേഷ് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉമർസ്താദെ ബെൽനി സാർ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് അറിയോ, ഫസ്റ്റിൽ ഒരാൾ വന്നിട്ട് 50,000 റുപ്യന്റെ മേലെ 60,000 മുതൽ 1 ലക്ഷം വരെ എടുത്താൽ ബെൽനി സാർ ഗോപേഷിനോട് പറഞ്ഞോളൂ, പുതിയ ഒരാളാണെങ്കിൽ നമ്മളെ ടീമിൽ പെട്ട ആളാണെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ, പറഞ്ഞിട്ടേ കൊടുക്കാവുന്നു. കാരണം എന്താണ്, അത് ലീഡേഴ്സ് മോട്ടിവേഷൻ ചെയ്ത് കണ്ടമാനം മോട്ടിവേഷൻ ചെയ്ത് 50,000 റുപ്യന്റെ മേലെ എടുക്കുകയാണെങ്കിൽ അത് പിന്നീട് ആ പുതിയ ആളുകൾക്ക് പ്രയാസമാവും. അപ്പൊ അതുകൊണ്ട് ആ പ്രയാസം ഇല്ലാതിരിക്കാൻ എന്നോടൊന്ന് പറയണമെന്ന് ബെൽനി സാർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വയനാട്ടിൽ ട്യൂഡർ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 1 ലക്ഷം രൂപക്ക് എടുത്താലും 2 ലക്ഷം രൂപക്ക് എടുത്താലും എനിക്ക് ബിസിനസ് വോളിയം കയറും. പക്ഷെ ആ ഒരു പൈസ കൊണ്ട് ഈ മക്കളെ പോറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിലുള്ള ആളുകളോട് 50,000 റുപ്യന്റെ സാധനം വാങ്ങാൻ പറഞ്ഞാൽ മതി, പരമാവധി. ഇനി 30 40 അങ്ങനെ മൂപ്പര് വന്നു 25 30 50 50ന്റെ മേലോട്ട് വാങ്ങിയിട്ട് ഒരു ബിസിനസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യത്തിൽ ബെൽനി സാറുടെ ആ ചിന്തയാണ് ഇന്ന് കേരളത്തിൽ ബെൽനി സാർ 1ാം സ്ഥാനത്ത് എത്താൻ കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബെൽനി സാർ ആ ചിന്തയുള്ള കുറെ ലീഡേഴ്സിന്, നമ്മളൊക്കെ ബെൽനി സാറുടെ ടീമിലാണല്ലോ, അപ്പൊ ആ കുറെ ലീഡേഴ്സിന് ബെൽനി സാർ ഈ സിസ്റ്റം പഠിപ്പിച്ചത് കൊണ്ടാവാം ബെൽനി സാറുടെ ടീം സത്യത്തിൽ ശരിക്കും വേണ്ടി എന്താണ് 1 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ സാധനം എടുക്കുന്ന ആളുകൾ 2 3 ആളുകൾ ഉണ്ടായാൽ വിജയിക്കും. പക്ഷെ അവിടെ അല്ല, സാവധാനം വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ടീമിൽ കുറെ വരുത്തലാണ് ബുദ്ധി എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കേരളത്തിൽ ബെൽനി സാർ 1ാം സ്ഥാനവും ബി സാർ 2ാം സ്ഥാനവും ആവാനുള്ള കാരണം. ബി സാറുടെ ടീമിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്, ഒരു ടീമാണ് UBG, ഈ യൂണിറ്റി ബിസിനസ് ഗ്രൂപ്പ് എന്നുള്ള അത് ഉസ്താദിന്റെ ബിസിനസ് ഗ്രൂപ്പും ആക്കാം, ഉമർ ഉസ്താദിന്റെ ബിസിനസ് ഗ്രൂപ്പും ഒക്കെ ആക്കാം. ഏതായാലും UBG ആണ്. അപ്പൊ ഈ UBGയില് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഞാൻ പ്രത്യേക മോട്ടിവേഷൻ ഒന്നും ചെയ്യാതെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബിസിനസ്. അത് ഒരു ദിവസം കൂടാന്നല്ലാതെ കുറയൂല. അപ്പൊ ജനങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കുറെ ആളുകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിജയത്തിന്റെ 10ാം സ്ഥാനത്തിന്റെ. NTCയിൽ 10ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രഗത്ഭന്മാരുണ്ട്, അവരൊക്കെ ഇനി ബാക്കോട്ട് പോകാൻ നമുക്കറിയില്ല. പക്ഷെ പ്രത്യേകമായിട്ട് ഞാനൊന്നും ചെയ്യില്ല, പ്രത്യേക ഓഫർ ഒന്നും ചെയ്യില്ല. ഇതുപോലെ അടുത്ത മാസം നടക്കും. പക്ഷെ മറ്റുള്ള പല ലീഡേഴ്സും എന്ത് ചെയ്യും, പല മോട്ടിവേഷൻ കൊടുത്തിട്ടും അതുപോലെ തന്നെ പല ഓഫർ വെച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു ഓഫറും വെക്കാതെ തന്നെ സ്ഥിരമായി നടന്നു പോരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള, ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്നുള്ള ഒരു പോയിന്റ് എന്നാണ്, ഇന്നത്തെ സൂം ക്ലാസ്സിന്റെ ഒരു പോയിന്റ്, നമ്മൾ ബെൽനി സാറുടെ ഈ സിസ്റ്റം മെല്ലെ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു സിസ്റ്റമാണ് ബുദ്ധി. അതാണ് ശരി എന്നുള്ളത് ഇന്ന് ബെൽനി സാറ് നമ്പർ 1 സ്ഥാനത്തേക്കും ബിജു സാറുടെ നമ്പർ 2 സ്ഥാനത്തേക്കും അവർ 2 ആളാണ് മത്സരം.
എന്നാലും ബെൽനിസർ തന്നെ ബിജോ ഇനിയൊക്കെ ITC ആണ്, ഒക്കെ റെഡിയാണ്. പക്ഷെ എന്താണ് പിന്നെ തമാശ പറഞ്ഞാണ് എന്റെ മുന്നിൽ അങ്ങനെ കയറി ഞാൻ ശരിയാക്കിട്ടാണ്. ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഒരു രണ്ടാളുള്ളത്. ബിജു സാറാണോ ഒന്നിൽ വരിക, ബെൽനി സാറാണോ ഒന്നിൽ വരിക എന്നുള്ളത്. ഏതായാലും എന്തൊക്കെ ഒരു തീരുമാനമാവും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത്, എന്നെ ആരും ബിസിനസ് പഠിപ്പിച്ചല്ല, സിസ്റ്റത്തിലൂടെ ദൈവം എന്നെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ ഇന്ന് പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് 3 കൊല്ലം കൊണ്ട് NTC റാങ്കിലേക്ക്, CTCയിലേക്ക് ഒരു ഭാഗം ടച്ച് ചെയ്ത് ഏതാണ്ട് അടുത്തുണ്ട്, CTCയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കാരണം, എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ കാരണം, ഞാൻ ആത്മാർത്ഥമായി മൈ ലൈഫിനെ പ്രണയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം. അതായത് എന്നെ സംബന്ധിച്ചിട്ട് എന്താണെന്നറിയോ, എല്ലാ ഉമർമാരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ പിന്നെ ഒരു പ്രവാചകന്റെ കാലത്തുള്ള ഒരു ഉമർ ഖലീഫ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരുള്ള ആളുകളൊക്കെ ഇടപാട്, അതായത് ഒരു തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ അടിയുറച്ച് വെക്കും. പക്ഷെ തീരുമാനിക്കാൻ വളരെ പണിയാണ്. അപ്പൊ ഈ പിന്നെ സിസ്റ്റം ആയിരിക്കും എന്നെ സംബന്ധിച്ചിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒഴുക്കിനെതിരെ നിന്നു. ഒരാൾ പറഞ്ഞാൽ എനിക്ക് ശരിയാണെന്ന് തോന്നി, പൂർണ്ണമായിട്ടും ശരിയാണെന്ന് തോന്നി. ബെൽനി സാർ പലപ്പോഴും പറയാറുണ്ട്, അതെന്നെ എന്റെ സിസ്റ്റവും. എനിക്ക് ശരിയാണ് 100% ബോധ്യപ്പെടാൻ പണിയാണ്, എന്നെ ബോധ്യപ്പെടുത്താൻ പണിയാണ്. പക്ഷെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളല്ല, ഇനി ദുനിയാവിൽ ആര് തന്നെ എന്റെ കഴുത്ത് കത്തി വെച്ച് എന്നെ അറക്കുകയാണെങ്കിലും എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നേരം അതിനെതിൽ ആരെന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല, അതിനെ മൈൻഡ് ചെയ്യൂല, അതിനെ പ്രണയിക്കും. പക്ഷെ പ്രണയിക്കാൻ പണിയാണ്. സത്യത്തിൽ മൈ ലൈഫിനെ കുറിച്ചിട്ട്, മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് നമ്മളൊരു വൈദ്യരല്ല, ഡോക്ടറല്ല, പിന്നെ ഒന്നും അല്ലാഞ്ഞിട്ട് പോലും ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് അത്ഭുത കലവറകൾ എന്ന് തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ഉണ്ട്. അതിൽ നോക്കിയാൽ മതി. എത്ര കണക്കിന് ആയിരക്കണക്കിന് റിസൾട്ടുകൾ, 10,000-കണക്കിന് റിസൾട്ടുകൾ എന്ന് തന്നെ പറയാം. ഇത്രയും റിസൾട്ടുകൾ എനിക്ക് ലഭിക്കാൻ കാരണം, നമ്മളിങ്ങനെ കൊടുത്തിട്ട് കിട്ടാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വഴിയൊരുക്കിയ ദൈവം. അതായത് ആയിരക്കണക്കിന് 10,000-കണക്കിന് രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. ഇത്രയും ആളുകൾക്ക് പിന്നെ രോഗശമനത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു. മാത്രമല്ല ഇത്രയും ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരാനും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അപ്പൊ ഈ രണ്ട് കാരണം, എന്നെ തിരഞ്ഞെടുക്കാൻ രണ്ട് കാരണം, ഒന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരാൻ ഞാനൊരു കാരണക്കാരനായി, 10,000-കണക്കിന് ആളുകളുടെ പിന്നെ രോഗം മാറാൻ വേണ്ടി ഞാനൊരു കാരണക്കാരനായി. ഇങ്ങനെ കാരണക്കാരായ എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ഇന്ന് ലോകത്ത് ഉമ്മ പെറ്റ ശേഷം എനിക്ക് ഈ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് മരണപ്പെടുന്നതിന്റെ മുന്നേ തന്നെ എന്നെ തെരഞ്ഞു, അതുപോലെ നമ്മളൊക്കെ തെരഞ്ഞെടുത്തു. അപ്പൊ പല ലീഡേഴ്സും പറയും ദൈവത്തിന്റെ ബിസിനസ് ആണ്, ഇതിന് ദൈവത്തിന്റെ ബിസിനസ്. സത്യത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഭൂലോകത്ത് വേറുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ദുനിയാവിൽ ഒന്നുമില്ല. ഞാൻ പലപ്പോഴും പല സമയത്തും പറയുന്നതാണ്, എൻ്റെ നാട്ടിൽ ഇത് പലർക്കും ഒരു മോട്ടിവേഷൻ ആവും, അതുകൊണ്ട് പറയാതെ ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ നാട്ടിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചു, ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മുറുസ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, നിങ്ങളൊന്നും ഇത് ചെയ്യാറ്, ഇതൊന്നും ശരിയല്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ആളെ പേര് ഞാൻ മറച്ചു വെക്കാണ് ഡാഷ്. പിന്നെ അപ്പൊ നിങ്ങള്, എന്റെ കുഴപ്പമൊന്നുമില്ല, എന്റെ ശരിയായ ബിസിനസ് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു 2 മിനിറ്റ് നിങ്ങൾ ഫോണ് കട്ട് ചെയ്യരുതെന്നാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? അപ്പൊ മെഡിക്കൽ ഷോപ്പാണ്. ഇവിടെ എൻ്റെ നാട്ടിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, കൊടുവള്ളി മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ദുബൈയിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പല സ്ഥലത്തും മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രോഗികളുടെ അല്ലെ ജനങ്ങളുടെ കിഡ്നി നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ലിവർ നശിപ്പിച്ചിട്ട്, അവരെ ലിവർ താറുമാറാക്കിയിട്ട്, അവരെ കിഡ്നി താറുമാറാക്കിയിട്ട്, അവരെ രോഗികളാക്കിയിട്ട്, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് കിട്ടിയ വരുമാനമാണ് നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് മുഴുവനും. അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഏതോ ഒരാൾക്ക് രോഗം മാറിയിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാൾ വലിയൊരു മുസീബത്താണ് അയാൾ നിത്യ രോഗിയാക്കാന്നല്ലേ. ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ കിഡ്നിയും ലിവറും നശിപ്പിച്ചിട്ടാണ് പിന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് നിങ്ങളെ വരുമാനം. അതൊക്കെ അല്ലേ? എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങൾ കേടുവരുത്തിയ കുറേ കിഡ്നി ഉണ്ട്, കുറെ ലിവർ ഉണ്ട്. അത് ഏതൊക്കെ എവിടെയൊക്കെയാന്ന് എനിക്കറിയില്ല. അത് കണ്ടുപിടിച്ചിട്ട് അവരെ കിഡ്നിയും ലിവറും ശരിയാക്കി അവർക്ക് ഒരു വർഷം കൂടി ജീവിതത്തിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം.
ഒരവസരം ഒരുക്കി കൊടുക്കലാണ് എൻ്റെ പണി. അപ്പൊ നിങ്ങളെ വരുമാനമോ എൻ്റെ വരുമാനമോ ശരിയായ വരുമാനം ഒന്ന് പറഞ്ഞാണേ. അപ്പൊ അത് പറഞ്ഞ സമയത്ത് ഒരക്ഷരം പറയാൻ ബാക്കില്ല. സത്യത്തിൽ അതല്ലേ ശരി? നമ്മൾ ഏത് പച്ചക്കറി കച്ചവടമാണെങ്കിലും ഇനി മീൻ കച്ചവടമാണെങ്കിലും എന്ത് കച്ചവടം, ഞാനൊരു ജ്വല്ലറി എടുക്കുന്ന ഉസ്താദിനോട് ചോദിച്ച്, ഉസ്താദ് നിങ്ങൾക്ക് കളവ് അറിയാതെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്നോട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കരുത്, നിങ്ങൾ വേറെ എന്തുകൊണ്ടോ സംസാരിച്ചോളി. ഈ രീതിയിലെല്ലാം മറ്റുള്ളവരെ പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് അല്ല അവരെ രോഗികളാക്കിയിട്ട് എല്ലാം. അപ്പൊ ഫാസ്റ്റ് ഫുഡ് മലപ്പുറം ജില്ലയിൽ മുട്ടുക്ക് ഫാസ്റ്റ് ഫുഡാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ എൻ്റെ ഒരു ഭാര്യയുടെ അയൽവാസി ഒരു ചെറിയുണ്ടോ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആള്. ദിവസം ഫാസ്റ്റ് ഫുഡ് കഴിക്കാതെ ഓന് സമാധാനാവില്ല. അപ്പൊ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് ഓനും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഓന്റെ കിഡ്നി ഇപ്പൊ കംപ്ലൈന്റ് ആവാൻ കാരണം ഓൻ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പൊ അവരെ വരുമാനങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. ഒരാളെ കിഡ്നി നശിപ്പിച്ചിട്ട് മറ്റുള്ളതാക്കിയിട്ടല്ലേ. അപ്പൊ ഏത് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇനി എൻ്റെ ഉസ്താദിന്റെ പണി മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെയും പൂർണ്ണമായ മൈ ലൈഫിലൂടെയുള്ള ഒരു പൂർണ്ണമായ ഒരു വരുമാനം. അതായത് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു 7,000 റുപ്യ കിട്ടിയാൽ ഒരു 5,000 റുപ്യയും ഡോക്ടർമാർക്ക് കൊടുക്കലാണ്. നമ്മളെ ഇവിടെ വട്ടോളിൻ്റെ ഒരു ജോസി അല്ലെങ്കിൽ കൊടുവള്ളിയോടെ പോയിട്ട് ഡോക്ടർമാർക്ക് കൊടുക്കലാണ് എൻ്റെ ശമ്പളത്തിൽ പകുതിയിലേറെ ഭാഗം. ഒന്നുകിൽ മോന് അല്ലെ ഓക്ക് ആർക്കെങ്കിലും, എനിക്കങ്ങനെ പൊതുവിൽ അസുഖം വരാറില്ല, പക്ഷെ മോക്കും മോനും ഇടക്കിടക്ക് ഓക്കും ഇടക്കിടക്ക് സൂക്കേട് വരും. മോന് സ്ഥിരമായിട്ട് എൻ്റെ ഒപ്പം പോരുന്ന ആ മോന് സ്ഥിരമായിട്ട് പനിയും കഫക്കെട്ടും ഉണ്ടാവും. ആഴ്ചയിൽ 1-2 തവണ ഡോക്ടർമാർ കാണിക്കും. അപ്പൊ ഞാൻ അന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. പഠിച്ചോനെ, ഇങ്ങനൊക്കെ മദ്രസയിൽ ജോലി ചെയ്ത് ഒരു ശരിയായ വരുമാനം കിട്ടിയിട്ടും എൻ്റെ വരുമാനം ഒരു ശരിയാകുന്നില്ലല്ലോ, കാരണം ഒന്നും സമ്പാദിക്കാനോ ഒന്നും ഇതാക്കാനോ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ മദ്രസന്റെ കുഴപ്പമല്ല, പള്ളിന്റെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ പഠിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല, അല്ലെ ഞാൻ ചെയ്യുന്ന ജോലി ശരിയായിരിക്കില്ല. അപ്പൊ എനിക്ക് മദ്രസ പറ്റൂല, പള്ളി പറ്റൂല എന്ന് ഞാൻ എന്നും മനസ്സിലാക്കല്. ഏതായാലും അന്ന് കിട്ടുന്ന പൈസ കൂടുതലും ഡോക്ടർമാർക്ക് കൊടുക്കല്ലേ. മൈ ലൈഫിൽ വന്നിട്ട് ഇപ്പൊ 3-4 കൊല്ലായില്ലേ, ഇന്നേ വരെ ഡോക്ടർമാർക്ക് ഒരു നയ പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പൊ ഒരാഴ്ച മുന്നേ എൻ്റെ വലിയ മോന് ഒരു ഇൻഫെക്ഷൻ വന്നു, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു, അത് സുഖാകുകയും ചെയ്തു. പക്ഷെ എന്താണ്, വെറുതെ ആവശ്യമില്ലാതെ ഒരു പൈസ എന്ത് ചെയ്തില്ല, നമുക്ക് ദിവസം കിട്ടുന്ന പൈസ എവിടെങ്കിലും സൂക്ഷിക്കാൻ പറ്റിയ ഒരു മാർഗത്തിലാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ. എന്നാൽ പണ്ടത്തെ വരുമാനം അതല്ല. പണ്ട് കിട്ടുന്നതിൻ്റെ അപ്പുറം എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ മറ്റുള്ള എല്ലാ കച്ചവടത്തിനേക്കാളും വളരെ നല്ല ഇന്ന് ഭൂലോകത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇതൊരു ഇബാദത്തായി, ഒരു ആരാധനയായി ഞാൻ കണ്ടിട്ടാണ് മുന്നേറുന്നത് മുഴുവനും. മൈ ലൈഫിലെ ഒരാൾ എൻ്റെ വീട്ടിൽ വരുന്നതോ, അല്ലെങ്കിൽ ഞാൻ മൈ ലൈഫിന്റെ ഒരാൾ എവിടെങ്കിലും വെച്ച് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതോ, ഇത് എന്നെ സംബന്ധിച്ച് വല്ലാത്ത സന്തോഷമാണ്. കാരണം അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയൂല. അത് ദൈവം തെരഞ്ഞെടുത്ത, അല്ല എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരാൾക്ക് മാത്രമേ മൈ ലൈഫ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഇറങ്ങി 3 കൊല്ലം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് ആഴ്ചയിൽ 40, 35, 40, 30, അതായത് ഒരു 50ന്റെ ചോടേന് ശരാശരി മാസത്തിൽ ഒരു 1.5-1.25 ലക്ഷം മാസ വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എൻ്റെ ജീവിത ശൈലി മാറി. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, 3 കൊല്ലം മുന്നേ അല്ല 4 കൊല്ലം മുന്നേ ഞാൻ ഈ ലോകത്തോട് വിട പറയാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാർ, പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി എൻ്റെ വൈഫിനോട് വന്ന് പറയാണ്, മുർസാദ് ഏതായാലും പോയി, അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ ഇമാമത്തിന് നിങ്ങൾ വരണം. മുർസാദ് നല്ല ഉഷാറായിരുന്നു, അപ്പോ ഇനി നിങ്ങള് പള്ളിയിൽ ഇമാമാക്കാൻ നിങ്ങളാണ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണം എന്ന് 3 കൊല്ലം മുന്നേ എൻ്റെ കമ്മിറ്റിക്കാര് എൻ്റെ വൈഫിനോട് വന്നിട്ട്, വൈഫ് മദ്രസയിൽ നിൽക്കുന്ന പള്ളിയിൽ ഇമാം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവില്ലല്ലോ. അപ്പൊ 3 കൊല്ലം മുന്നേ ഇത് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ചിന്താണ്. 3 കൊല്ലം മുന്നേ ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലി, ഈ ജോലിയിൽ നമ്മൾ ഇല്ലാതായാൽ എൻ്റെ വൈഫിന് ആ ജോലിയിലേക്ക് കയറ്റൂല. ഇനി ഓട്ടോ ഡ്രൈവർമാരായി, പെയിന്റിങ്ങിന്റെ ആൾക്കാരായി, എന്ത് പണിക്കാരാണെങ്കിലും ശരി, അവർ മരിച്ചാൽ അവരെ വൈഫ് ഈ ഒരു പെയിന്റിങ്ങിന്റെ ബ്രഷുമായിട്ട് പോവില്ല, ഓട്ടോ ഡ്രൈവറായി പോവില്ല. അപ്പൊ അവർ മരിച്ചാൽ, നമ്മൾ ഹസ്ബൻഡുമാര് ഭർത്താക്കന്മാര് മരിച്ചാൽ നമ്മളെ ഭാര്യമാരെ
കാര്യം കട്ട പോകാണ്. പിന്നെ ഭാര്യ വീട്ടുകാരോ നാട്ടുകാരോ പിരിവെടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ നെഞ്ചത്തൊന്ന് കൈവച്ച് ആലോചിച്ച് നോക്ക്. 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ് ഇന്ന് ഞാൻ മൈ ലൈഫിൽ ഉണ്ട്. ദൈവം ആഫിയത്തുള്ള ദീർഘായുസ്സ് എല്ലാവർക്കും തരട്ടെ. ഞാൻ ഇന്ന് ഇല്ലാതായാൽ അടുത്ത ബുധനാഴ്ച എൻ്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്ര വരും? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഞാൻ ചെയ്ത പണി. ഗൾഫിലൊക്കെ പോണ ആളുകൾ പറയും ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. വെറുതെ പറയാണ്. കാരണം ഗൾഫിലുള്ള ആളുകൾ അവര് ജീവിക്കാൻ വേണ്ടി ഒരു വഴി തേടി പോയി. അന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് കുടുംബവും പോറ്റുന്നു, മക്കളെയും പോറ്റുന്നു. അല്ലാതെ മക്കളെയും കുടുംബത്തിനെ ഓർത്തിട്ടൊന്നും അല്ല ഒരാൾ ഗൾഫിൽ ജീവിക്കുന്നത്. അവർക്ക് ഏതാണ് ജീവിക്കുന്നത്. അപ്പൊ ജീവിക്കുന്ന നേരം മക്കളും ജീവിച്ചു പോകും. എന്നാൽ മൈ ലൈഫിലേക്ക് വന്ന് ഞമ്മക്ക് പറയാൻ അവകാശമുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വൈകുന്നേരം ഒരു ഇശാനോട് അടുപ്പിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. വീട്ടിലെത്തിയതിന് ശേഷം ഒരു വീട്ടിൽ പോയി, ടീം വന്നു ഒരു വീട്ടിൽ പോയി. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വീട്ടിലും പോയി. ചുരുക്കി പറയാം, ഒരു 11-11:30 വീട്ടിലെത്തുന്ന സമയത്ത് ഈ നട്ടപ്പാതിർക്കൊക്കെ നമ്മൾ ഇങ്ങനെ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ഇങ്ങനെ ഉറക്കം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? സത്യത്തിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ജോലി ചെയ്തിട്ട് മദ്രസിലോ അല്ലെങ്കിൽ വേറെ എന്തായിട്ട് ജോലി ചെയ്ത് പോവാം. പക്ഷെ നമ്മൾ ഇല്ലാത്തൊരു സമയം വന്നാൽ നമ്മളെ ഫാമിലിക്ക്, നമ്മളെ ഭാര്യക്ക്, നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ബിസിനസ് അല്ലാഹു തആല നമുക്ക് തെരഞ്ഞെടുത്ത് അയച്ചു തന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഷാഹിർ സാറൊക്കെ പറയാനുള്ളത്, രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങുന്ന സമയത്ത് ഈ നമ്മളെ മക്കളും ഭാര്യയും സുന്ദരമായിട്ട് വിശ്വാസതയോട് കൂടിയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഉറങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ കാണില്ലേ? ഈ മക്കൾ ആരെ കണ്ടിട്ടാണ് ജീവിക്കുന്നത്? നമ്മളെ കണ്ടിട്ടല്ലേ? നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടല്ലേ അവർ കിടന്നുറങ്ങുന്നത്? എന്നാൽ നമ്മൾ ഇന്നങ്ങില്ലാതായിപ്പോ ഈ മക്കൾ തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ, ഇതിനേക്കാൾ വലിയൊരു ദുർഗതി എന്താ ഉള്ളത്? അപ്പൊ ഈ ഒരു ബിസിനസ് അല്ലാഹു തആല അല്ലെ ദൈവം നമുക്ക് തന്നിട്ട് ഇനിയും തിരിഞ്ഞു നോക്കാതെ നമ്മൾ പഴയ മോഡൽ എന്നെ ജീവിച്ച് ലീഡേഴ്സ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചു പോയാൽ ഇത് വലിയ തീരാ നഷ്ടം എന്ന് മാത്രമല്ല, നമ്മളെ ഫാമിലിനോട് കുടുംബത്തിനോട് ചെയ്യുന്ന കഠിന ദ്രോഹമാണ്, അക്രമാണ്. കാരണം എന്താണ്? ഇത്രയും നല്ലൊരു സംഭവം ഒരാളെ പറ്റിക്കാതെ കബളിപ്പിക്കാതെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹലാലായ, ഏത് മതക്കാരാണെങ്കിലും മറ്റുള്ളവരെ പിടിച്ചു പറിക്കാത്തൊരു വരുമാനം ഇന്ന് ഭൂലോകത്ത് ഏതാണുള്ളത്? അത് നിങ്ങൾ പറയാണ്. ഇനി ഈ ഗൂഗിൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ്, ഉമർസാദെ നിങ്ങൾക്ക് തെറ്റുപറ്റി, അതിനേക്കാൾ നല്ലൊരു ജോലി ഉണ്ട്, ഞാൻ ആ ജോലി ചെയ്യുന്നതാണ് എന്ന് ഒരു കളവ് പറയാൻ ഞാൻ ഒരു തേപ്പാറിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക്? അപ്പൊ മൂപ്പർ പറഞ്ഞു, മുർസ 100% ശരിയായ വരുമാനമാണ് വൈകുന്നേരം കിട്ടുന്നതെന്നൊന്നും പറയാൻ കഴിയൂല. കാരണം മുതലാളി ഉണ്ടെങ്കിൽ സജീവമായിട്ട് എടുക്കും, അതിന്റെ ഉടമ ഇല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയി ഫോണിൽ അത് ഇതൊക്കെ കളിച്ചു നിൽക്കും. അത് മനുഷ്യ സ്വാഭാവികമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലല്ലാതെ നമ്മൾ ചെയ്തോലും ഇറങ്ങിയോലും നമ്മളെ ടീമിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്നാൽ ഒരു കുടുംബത്തെ മൊത്തം വളർത്തുന്ന ഒരു വലിയ ബിസിനസ്സിലേക്കാണ് ദൈവം നമ്മൾ എത്തിച്ചത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്ന കിട്ടുന്ന അതായത് എനിക്ക് കിട്ടുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ടീമിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വേറൊരു പണി. എന്താണെങ്കിൽ ശരി, ഒരു വീഡിയോ അവിടുന്ന് കിട്ടി, ഒരു മീറ്റിങ്ങിന് പോയി, അപ്പൊ അവിടുന്ന് നല്ല റിസൾട്ട് ആരോ പറയുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കും, എഡിറ്റ് ചെയ്ത് ടീമിലേക്ക് എത്തിക്കും. അതുപോലെ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ബ്രോഡ്കാസ്റ്റ് വഴിയും ഗ്രൂപ്പ് വഴിയും നമ്മളെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പണി. നമ്മളെ സുബ്രഹ്മണ്യൻ സാറ് ഇത്രയും നല്ലൊരു ആത്മാർത്ഥമായ ഒരു ലീഡർ, സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് മൈ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. നിങ്ങൾ സ്വാഭാവികമായും ആർക്കും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, ഇത്രയും നല്ലൊരു നിഷ്കളങ്കനായ ഒരു ലീഡറെ നമുക്ക് എവിടുന്ന് കിട്ടും? ആത്മാർത്ഥമായി ടീമിലേക്ക് പ്രവർത്തിക്കുന്ന ഒരാളുകൾ. അപ്പൊ ഈ ടീമിലേക്ക് പ്രവർത്തിക്കുന്ന നല്ല ലീഡേഴ്സ് ഉണ്ടാകുന്ന നേരം, ഇന്നലെ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കുരുത്തവും പൊരുത്തവും വാങ്ങുക. ലീഡേഴ്സിന്റെ കുരുത്തവും പൊരുത്തവും വാങ്ങി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഞാൻ എൻ്റെ അയ്യബ് സാറെ പ്രയാസപ്പെടുത്താതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ, നല്ല അയ്യബ് സാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാലും അതൊക്കെ ദൈവത്തിന്റെ ബിസിനസിന്റെ ഒരു അടയാളാണ്. എങ്ങനെ നമ്മൾ വൈകാട്ടി ഒരാളോട് നന്ദി പറയാ, നമ്മളൊരു ബിസിനസ്സിലേക്ക് കയറ്റി കൊണ്ടുവന്ന ഒരാളോട് നന്ദി പറയാ. ഈ നന്ദി പറയാതെ ചില പിക്ചർ ഫോട്ടോ ഒക്കെ വെക്കുന്ന സമയത്ത് ചില ലീഡേഴ്സിനൊക്കെ നമ്മൾ മറന്നുപോകും.
അത് ഈ മൈ ലൈഫിലൂടെ ഉയർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്യാൻസർ രോഗ. അയാൾ കാണുമല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വെക്കും. സത്യത്തിൽ അങ്ങനെ ആര് പ്രവർത്തിച്ചാൽ സ്വന്തം അപ്ലൈൻ ലീഡർ പോരാ എന്ന് പറഞ്ഞിട്ട് അപ്ലൈൻ ലീഡറുമായിട്ട് ബന്ധപ്പെടാതെ അതിന്റെ മുകളിലുള്ള ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക, അല്ലെ ലവ് ലൈൻ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ മൈ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടാവും, ഒരു പാവം മനുഷ്യനായിരിക്കും. പക്ഷെ അവരെ മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ബിസിനസ്സിൽ ഒരു നിലക്കും വിജയിക്കൂല, ഒരു സംശയമില്ല. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ലാതെ ആര് പ്രവർത്തിച്ചാലും ഈ ബിസിനസ്സിൽ വിജയിക്കൂല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം. അപ്പോൾ പിന്നെ വേറൊന്ന് ചെയ്യാനുള്ള എന്താണെന്നറിയോ, ഓൺലൈനായിട്ട് പിന്നെ സദാസമയം ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഇനി ഭൂലോകത്ത് എന്തൊക്കെ ഇറങ്ങാനുണ്ടോ അതിലൊക്കെ ഞാൻ ഐഡി അടിച്ചിട്ടുണ്ടാവും. എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ പിന്നെ സൂമിലൂടെയും അല്ലാതെയും പിന്നെ വാട്സപ്പിലൂടെയും ജനങ്ങളിലേക്ക് എത്തി ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിൽ വലിയ നേട്ടം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു മോൻ വന്നതിന് ശേഷം വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന എനിക്കറിയില്ല, ഞാൻ വല്ലാത്ത കളിയൊക്കെ കളിക്കും. അങ്ങനെ മോൻ വന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കി, അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് ഇട്ടു. അതിലൂടെ വളാഞ്ചേരിയുള്ള സഫിയ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി നമ്പർ കണ്ടിട്ട്, നിങ്ങൾ പിന്നെ മൈ ലൈഫിന്റെ ആൾക്കാരാണോ, എനിക്ക് തൈറോയിഡ് ഉണ്ട്, അത് നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ആ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയ സമയത്ത് അവരെന്ത് ചെയ്തെന്നറിയാം, പിന്നെ അവരെ ഭർത്താവിന്റെ അനിയനോട് ഈ വിഷയം പറഞ്ഞു, എനിക്ക് തൈറോയിഡിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഭർത്താവിന്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുറസ്താദ് അല്ലേ, പിന്നെ നിങ്ങൾ തൈറോയിഡിന് ഇങ്ങനെ വളാഞ്ചേരിയുള്ള ഒരു സഫിയ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് തന്നെ. എൻ്റെ ജ്യേഷ്ഠന്റെ വൈഫാണ്, അവർ കുറെ കാലമായി കഷ്ടപ്പെടുന്നത്. എന്നാൽ ഞാൻ കുറെ കാലമായി ആമവാദത്തിന് പിന്നെ ഒരു മാസത്തിൽ 4000 റുപ്യന്റെ ഗുളിക എറണാകുളം കൊച്ചി പോയിട്ട് ഒരാളിൽ നിന്ന് മാർച്ച് കൊണ്ടുവരികയാണ്, ഒരു ഡോക്ടറിൽ നിന്ന് മാർച്ച് കൊണ്ടുവരികയാണ്. പിന്നെ മാസത്തിൽ 4000 റുപ്യന്റെ ഗുളികാണ് വാങ്ങുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, അപ്പൊ ഇന്നെ വിളിക്കുന്ന സമയത്ത് അയാള് ഡോക്ടറെ അടുത്തേക്ക് പോണ സമയമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പോകാൻ നിൽക്കാണ്. അപ്പൊ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു, നിങ്ങൾ 4000-നൊന്നും ഏതായാലും വാങ്ങണ്ട, 1000-നോ 2000-നോ മടച്ചോളി, നമ്മളെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്. അദ്ദേഹം എൻ്റെ വാക്ക് വിശ്വസിച്ച് ഡോക്ടറെ കാണിക്കാൻ പോയി. ഒരു നയാ പൈസന്റെ ക്യാപ്സൂളും മേടിക്കാതെ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് നമ്മളെ നോവേദന ക്യാപ്സൂളും 95-ഉം തന്നെ കഴിച്ച്, അയാൾ പറയുന്ന ഒരു 2 ദിവസത്തേക്ക് കഴിച്ചില്ല എഴുന്നേറ്റ് നടക്കാൻ കഴിയൂല. ആ രീതിയിലുള്ള വേദന അനുഭവിക്കുന്ന ഒരാള്, ഇപ്പൊ കുറെ വർഷങ്ങളോളായി ആമവാദത്തിന് കഷ്ടപ്പെടുന്ന ഒരാള് നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ച് നോവേദന ക്യാപ്സൂളും 95-ഉം കഴിച്ചിട്ട് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ അടുക്ക് ബാത്റൂമിലൊന്ന് വീണ് കാല് പ്ലാസ്റ്റർ ഇട്ട് അപ്പൊ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നാര ഹബീബ് നിങ്ങൾ അങ്ങനെ നടക്കുന്ന ഇടമൊക്കെ എടുക്കണ്ടേ, കാണാൻ പോയാലോ? അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് വേദന ഒന്നുമില്ല മുറസ, എന്താണെന്നറിയില്ലേ, മറ്റേ സാധാരണ ഇങ്ങനെയൊക്കെ പറ്റിയ വേദന ഉണ്ടാവില്ല, കിടക്കാൻ എനിക്ക് തോന്നുന്നില്ല, അപ്പൊ വേദന ഒന്നുമില്ല എന്ന് പറഞ്ഞ അയാൾ എഴുന്നേറ്റ് നടക്കുന്നു. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ പ്ലാസ്റ്റർ വെട്ടി മൂപ്പര് എന്ത് ചെയ്ത്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഒരു മാസമായിട്ടല്ല അയാൾ മൈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 1 ലക്ഷത്തിന് മേലെ പ്രൊഡക്റ്റ്, ഇന്നലെ 10,000 റുപ്യണ്ട്, മെനിയാന്ന് ഒരു 2 ദിവസം മുന്നേ 25,000 റുപ്യണ്ട്. അതായത് ഓർഡർ ഇങ്ങനെ വരികയാണ്. കാരണം ഇയാൾ ആമവാദം മാറിയെന്ന് കേട്ട് നോക്കുന്നേരം ആ നാട്ടിൽ അറിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അയാള് റിസൾട്ട് കിട്ടിയ ആളുകൾ മുഴുവൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാണ്. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട്, അവിടെ മദ്രസയിലുള്ള ഒരു ഉസ്താദ് ഉണ്ട്, പിന്നെ മന്നാനി എന്ന ആ ഉസ്താദ് വിളിച്ചിട്ട് ഇയാൾ ആമവാദം മാറി എന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന് വലിയ കോൺഫിഡന്റ് ആയി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇന്നലെ മോൻ ഐഡിയ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ആളുകൾ നമ്മളെ ടീമിലേക്ക് വരണമെങ്കിൽ നമ്മളിത് പറയണം. നമ്മളൊരു കള്ളത്തരമല്ല ചെയ്യുന്നത്, ഒരു വഞ്ചനല്ല, ഒരാളെ പറ്റിച്ചിട്ടല്ല, ഒന്നുമല്ല. ശരിയായ വഴിയിലൂടെയാണ് നമ്മൾ ചലിക്കുന്നത്. നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്തിനാണ് പറയാൻ മടിക്കുന്നത്? ഈ മടിക്കുന്ന ഒരു അവസ്ഥയുള്ള ആളുകൾക്ക് മാത്രമേ ആളെ കിട്ടില്ല എന്ന് പറയും. മറ്റേ എല്ലാവരോടും ഞാൻ ബസ് പോയാലും, മരണ വീട്ടിൽ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും, എവിടെ പോയാലും ഞാൻ ഈ ഒരു സംഗതി മാത്രം സംസാരിക്കുക. ഇപ്പൊ എന്തോന്നറിയില്ല, എന്നോട് ആൾക്കാർ സംസാരിക്കുന്ന മുഴുവനും ഇത് മാത്രമേ, വേറൊന്നും സംസാരിക്കില്ല, കുടുംബക്കാരും പോലും സംസാരിക്കില്ല. എന്നെ കണ്ടപാട് ബിസിനസ് ഒക്കെ ഉണ്ടല്ലേ, എന്തല്ലേ, യാത്രയല്ലേ, പോലല്ലേ, ടീമൊക്കെ ഉണ്ടല്ലേ, ശക്തമല്ലേ, വരുമാനമൊക്കെ അല്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ മനുഷ്യന്മാർ ചോദിക്കുന്നത്. കുടുംബത്തിന്റെ കാര്യമൊന്നും കുടുംബക്കാർ പോലും ചോദിക്കാറില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റിയ വലിയൊരു മാർഗമാണ് നമ്മുടെ മൈ ലൈഫ് എന്ന് മനസ്സിലാക്കി ദൈവം നമ്മളെ
കൊണ്ടെത്തിച്ചതാണ് ഈ മൈ ലൈഫ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ല. അപ്പോൾ സംസാരിച്ചതിൽ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് മാത്രമാണ്, ഇതിൽ ഒതുങ്ങി നിന്നാൽ ഈ ദൈവം നമ്മളെ എത്തിച്ച ഒരു മേഖല ആണെന്നുള്ള തിരിച്ചറിവ് ഇനിയുമില്ലാത്ത ആളുകൾ മണ്ടന്മാരുടെ ലോകത്താണ്, വിഡ്ഢികളുടെ സ്വർഗ ലോകത്താണ് എന്ന് മനസ്സിലാക്കി. ഇത്ര മാത്രം. ഒന്നുകിൽ ഭാര്യ പറയാൻ സമ്മതിക്കില്ല, മക്കൾ പറയില്ല, അല്ലെങ്കിൽ ഉമ്മ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഫാമിലി സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മാറിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മ നമുക്കൊരു ശല്യമായി വന്നതാണ്, അല്ലെങ്കിൽ ആ വൈഫ് മാതാവ് ഭാര്യ മക്കള് നമുക്കൊരു ശല്യമായി മാറുകയാണെന്ന് മാത്രം ചിന്തിച്ച് അവരെ യഥാർത്ഥ വഴി ഇത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഉമ്മനെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ ഇതിന്റെ ശരിയായ വഴി മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടി ഈ മൈ ലൈഫിലേക്ക് എത്തിച്ച് മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് മൈ ലൈഫ്. താങ്ക് യു.